ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് വയനാട്ടിൽ തന്നെയുള്ള ഒരു കിടിലൻ റിസോർട്ടിലാണുള്ളത്. അടിപൊളി പൂളും നല്ല റൂമുകളുള്ള ഒരു കിടിലൻ റിസോർട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചത്. താമരശ്ശേരി ചുരം കയറി ലക്കടി വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് 2.5 കിലോമീറ്ററാണ് നമ്മളെ റിസോർട്ടിലേക്കുള്ള ദൂരം. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ വെൽക്കം ടു വയനാട് എന്ന് കാണാൻ കഴിയും. നമ്മൾ അങ്ങനെ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ലെഫ്റ്റിലോട്ട് ഒരു ഓഫ് റോഡ് ഉണ്ട്. ആ വഴിയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് കൂടി പോവാണ്. ഞങ്ങൾ ഇന്ന് ഓഫീസ് ടൂറാണ്. 10-30 പേരടങ്ങിയ ഓഫീസ് ടൂറാണ്. ഞങ്ങളുടെ കൂടെയുള്ള വണ്ടിയാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം പോകുന്ന വഴിയിൽ ജീപ്പ് സർവീസ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റോഡിൽ ചിലയിടങ്ങളിൽ വീതി കുറച്ച് കുറവുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും റിസോർട്ടിൻ്റെ മുന്നിലെത്തി. റിസോർട്ടിൻ്റെ മുന്നിലെ കാഴ്ചയാണിത്. വളരെ മനോഹരമായ തേയിലത്തോട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ലക്കടി മിസ്റ്റ് എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഫീൽ ചെയ്യുന്നത്. ചുരത്തിനടുത്തായത് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടെയാണ് ഈ റിസോർട്ടിന്റെ റിസപ്ഷൻ വരുന്നത്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഫോർമാലിറ്റി ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് റിസോർട്ടിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അതിനുശേഷം നമുക്ക് റൂമിലേക്ക് പോകാം. റിസോർട്ടിന്റെ കുറച്ച് കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. നിരവധി വില്ലകളുണ്ട് ഇവിടെ. അതിലൊരു വില്ലയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ വില്ലേൻ്റെ പേര് റൂബി എന്നാണ്. നമ്മൾ ഉള്ളോട്ട് പോയി നോക്കാം. അടിപൊളി റൂം കേട്ടോ നമുക്ക് കിട്ടിയത്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവര്. അതുപോലെ ബാത്റൂമും നല്ല വൃത്തിയാണ്. ഇനി നമുക്ക് ബാൽക്കണിയിലെ കാഴ്ചകൾ കൂടി കാണാം. നമ്മുടെ ബാൽക്കണിയിൽ എത്തിയപ്പോൾ ഇവിടെ കണ്ടത് ഈ റിസോർട്ടിന്റെ പൂളാണ്. നമ്മൾ ഏതായാലും പൂളിന്റെ കാഴ്ചകളൊന്നും കണ്ടുവരാം. ഈ റിസോർട്ടിന്റെ മെയിൻ ആകർഷണമായ പൂളാണിത്. അത്യാവശ്യം നല്ല വലുപ്പവും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പൂളിൽ കുട്ടികൾക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസും അതുപോലെ തന്നെ മുകളിലൊക്കെ റൂഫൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഈ റിസോർട്ടിന്റെ പാർക്ക് വരുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നിരവധി ഐറ്റം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് രാത്രികാല കാഴ്ചകൾ കൂടി കാണാം. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ രാത്രി.
ഞങ്ങൾ ഓഫീസ് ടൂറിൽ കുറേ ആൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ചില ആൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മൾ രാവിലെയാണ് റിസോർട്ടിൻ്റെ മുന്നിലെ തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങിയത്. അവിടെയുള്ള കാഴ്ചകളാണ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ രാവിലെ തന്നെ നമുക്ക് കിട്ടുക. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കോട കുറവാണ്. റിസോർട്ടിൻ്റെ ആളുകൾ പറയുന്നത് ഉച്ചയ്ക്ക് വരെ ഇവിടെ നല്ല കോട ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് മാത്രമാണ് നമുക്ക് മിസ്സായത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഞങ്ങൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഈ റിസോർട്ടിൻ്റെ റേറ്റ് ഞങ്ങൾക്ക് വന്നത് 1750 രൂപയാണ് ഒരാൾക്ക് വന്നത്, വിത്ത് ഫുഡാണ്. ഇതൊരു പുതിയ റിസോർട്ടാണ്. ഇവിടുത്തെ നല്ല റൂമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫാമിലി ആയിട്ടും അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണിത്. ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഫാമിലിക്കാണ്. ഞങ്ങളുടെ ടൂറിൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടി. ഞങ്ങൾ ഏതായാലും ഈ റിസോർട്ട് വെക്കരുത്, തിരിച്ചു പോവുകയാണ്. ഈ റിസോർട്ടിന്റെ മാനേജറാണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.